മനുവേട്ടാ, അതെ ഞാനൊരു തമാശക്ക്. മനുവേട്ടന് എലിയല്ലെന്നേ എനിക്കറിയാലോ. ഞാൻ അവരോട് പറഞ്ഞോളാം മനുവേട്ടന് എലിയല്ല പുലിയാണെന്ന്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. അവൻ പിടിച്ച പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. എന്നാ അവൻ വിടാൻ തയ്യാറല്ലായിരുന്നു. അവൻ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ഈ ജ്യൂസിന്റെ ക്യാഷ് കൊടുത്തായിരുന്നോ? അവൻ ചോദിച്ചു. അവൾ പതിഞ്ഞ സ്വരത്തിൽ ഒന്ന് മൂളി. ഞാൻ എൻ്റെ ക്യാബിനിൽ കാണും. വിത്തിൻ 10 minutes നീയും അങ്ങോട്ട് എത്തണം. അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് അഭി പറഞ്ഞു. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? അതെന്തിനാണെന്ന് അവിടെ വന്നിട്ട് ഞാൻ പറയാം. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് നടന്ന് നീങ്ങി. ദേവു അഭിയുടെ ക്യാബിനിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറി. അന്നേരം അവൻ തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. തന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിലിരിക്കുന്ന അഭിയെ കണ്ടതും അതിന് പിന്നിലെ കാര്യം മനസ്സിലായ ദേവു അഭിയൊന്ന് നോക്കി അവനിരിക്കുന്ന ചെയറിന് പിന്നിൽ ചെന്ന് അവൻ്റെ മുടിക്കുള്ളിലേക്ക് വിരൽ കടത്തി അവൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അവളുടെ കരസ്പർശനങ്ങളുടെ മാന്ത്രികതയിൽ അവൻ തൻ്റെ ജോലി നിർത്തിവെച്ച് കണ്ണടച്ചുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. ഇതെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പിണക്കാണോ? ഏറെ നേരമായിട്ടും അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട ദേവ് ചോദിച്ചു. അഭി ഒന്നും മിണ്ടിയില്ല. മനുവേട്ടാ, എന്താ ഒന്നും മിണ്ടാത്തേ? ദേവ് പിന്നെയും ചോദിച്ചു. ഞാൻ വരാൻ പറഞ്ഞിട്ട് ഇപ്പം എത്ര നേരമായി? ഇപ്പോഴാ വരുന്നത്? അവൻ കണ്ണ് തുറക്കാതെയാണ് അത് പറഞ്ഞത്. അത് പിന്നെ എൻ്റെ ജ്യൂസ് മനുവേട്ടനല്ലേ കുടിച്ചേ, അതുകൊണ്ട് ഞാനൊരു ജ്യൂസും ഓർഡർ ചെയ്തു. അതും കുടിച്ച് ഇങ്ങോട്ട് വരാൻ നേരെ ചെന്ന് ചാടിക്കൊടുത്തതേ നമ്മുടെ മധുസൂദനൻ സാറിൻ്റെ മുന്നിലും. ഇങ്ങനെ കറങ്ങി നടക്കാതെ ക്ലാസ്സിൽ ചെല്ലു കൊച്ചേ, അഭിയെ കാണട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ആളെ എന്നെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു. ആ സാറിന് അറിയില്ലല്ലോ ഞാൻ ഈ സാറിനെയാണ് കാണാൻ വരുന്നതെന്ന്. മധുസൂദനൻ സാറെ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തിയ ഞാൻ ഒടുവിൽ എങ്ങനെയൊക്കെ ഇങ്ങോട്ടെത്തി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തരുടെയും നോട്ടം കണ്ടാൽ തോന്നും ഞാൻ വല്ലോരുടെയും കെട്ടിയോൻ്റെ മുറിയിലേക്കാണ് വരുന്നതെന്ന്. പെൺപിള്ളേർക്കാണെങ്കിൽ ഈയിടെയായി എന്നോട് ഒടുക്കത്തെ അസൂയയും. ഈ പെൺപിള്ളേരെ എന്തിനാണെന്തോ ഇങ്ങനെ കുശുമ്പും അസൂയയും കാണിക്കുന്നത്? അവളുടെ പറച്ചിൽ കേട്ട് അവന് ചിരിക്കാതിരിക്കാനായില്ല. ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, അത് മതി. അവൾ അവൻ്റെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം അവനവളെ വലിച്ചു തൻ്റെ മടിയിലേക്ക് ഇരുത്തി. അവൾ അവൻ്റെ മുഖം കാണാൻ പറ്റുന്ന തരത്തിൽ ചരിഞ്ഞിരുന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചു. കുറച്ചു നേരം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ്റെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് അവൾ ചോദിച്ചു. 2 ദിവസമായിട്ട് ഞാൻ നിന്നെ കുറച്ച് ഓവറായിട്ട് സ്നേഹിച്ചതല്ലേ? അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ എന്തോ നിന്നെ ഓർത്ത് ചെറിയൊരു വിഷമം. നിന്നെയും അന്വേഷിച്ച് ക്ലാസ്സിൽ വന്നപ്പോഴാണ് അറിയുന്നത് നീ ക്യാൻറ്റീനിലാണെന്ന്. ആണോ? എന്നാ നിങ്ങളെ കുറച്ച് ഓവറല്ല, കുറച്ചധികം ഓവറായിരുന്നു. അവൻ്റെ കവിളി പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ ഒക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവളുടെ കവിളിൽ മുഖമുരസിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൻ്റെ താടി രോമങ്ങൾ മുള്ളു പോലെ അവളുടെ കവിളിൽ ആഴ്ന്നിറങ്ങി. രാവിലെ ചെറിയ പ്രശ്നമായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. രാത്രിയിലും ഇതൊക്കെ ഓർമ്മയുണ്ടായാൽ നന്നായിരുന്നു. അവൻ്റെ നെഞ്ചിൽ തൻ്റെ ചുണ്ട് പതിപ്പിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ശരി, ഇനി ഓർമ്മിച്ചോളാം. നീ ലഞ്ച് കഴിച്ചില്ലല്ലോ? നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ? നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ നിൻ്റെ പരാതിയൊക്കെയും തീർത്ത് തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്? ദേവ് ചോദിച്ചു. ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് കട്ട് ചെയ്തേക്കാം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം, ഇനി കട്ട് ചെയ്യാൻ പാടില്ല, കേട്ടല്ലോ? അഭി പറഞ്ഞത് കേട്ടതും ദേവുവിൻ്റെ മുഖം വിടർന്നു. അവളൊന്ന് നേർമയായി മൂളി. അവൻ്റെ ഇരു കവിളിലും അമർത്തി ചുംബിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയവളുടെ ഇടുപ്പിൽ അവൻ പിടിമുറുക്കി. അവളുടെ അതരങ്ങൾ കവരുമ്പോൾ അവൾ അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു. അവൻ അവളുടെ ഇരുതളങ്ങളും മാറി മാറി നുണയുമ്പോൾ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മാറിൽ കുസൃതി കാട്ടിക്കൊണ്ടേയിരുന്നു. അവൻ ഇപ്പോഴൊന്നും നിർത്താൻ ഉദ്ദേശമില്ല എന്ന് മനസ്സിലായതും ദേവു തന്നെ അവനിൽ നിന്നും അടർന്നു മാറുകയായിരുന്നു. ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ അവളുടെ ചുണ്ടുകൾ ചുവന്നു വന്നിട്ടുണ്ട്. ഉമിനീരിനാൽ കുതിർന്ന അവളുടെ കീഴ്ചുണ്ട് അവൻ തൻ്റെ തള്ളവിരലാൽ ഒപ്പിക്കൊടുത്തതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു വന്നിരുന്നു. ചെല്ല്, ക്ലാസ്സിൽ ചെന്ന് ബാഗ് എടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഞാൻ അവിടെ കാണും. അനുവിനെ കണ്ട എന്തേലും കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടോണം. ഇനി അവൾക്ക് ഒരു വിഷമാവണ്ട. പിന്നെ ഞാൻ കള്ളം പറയാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കരുതരുത്. ഇത്തവണത്തേക്ക് മാത്രം ഒരു കുഞ്ഞു കള്ളം പറയുന്നു. ഇനി ആവർത്തിക്കാൻ പാടില്ല. തന്നെ നോക്കി ഗൗരവത്തിൽ പറയുന്നവനെ അവളൊന്ന് നോക്കിപ്പോയി. എന്നാ ഞാൻ കള്ളം പറയുന്നില്ല, പെങ്ങളെയും കൂടി കൂട്ടാം. എന്നിട്ട് അവളുടെ ഇരു സൈഡിലിരുന്നേ നമുക്ക് കണ്ണും നോക്കി ഭക്ഷണം കഴിക്കാം. എന്തേ? ആ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ല എന്നവന് മനസ്സിലായി. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ? അഭി അവൾക്ക് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാലേ പറയണ്ട, അവരുടെ കല്യാണക്കും കഴിഞ്ഞ് എൻ്റെ ദച്ചുവേട്ടൻ അവളെ എവിടെ വേണേലും കൊണ്ടുപോയിക്കോളും. അമ്മൂനെ കണ്ട എന്തേലും കള്ളം പറഞ്ഞ് മുങ്ങിയേക്കണം.
അന്ന് ഒരിക്കലും എൻ്റെ ദച്ചുവേട്ടൻ അവളോട് പറയില്ല. കാരണം എൻ്റെ ദച്ചുവേട്ടന് എന്നെ നന്നായിട്ട് അറിയാം. എനിക്കെൻ്റെ ദച്ചുവേട്ടനെയും ദേവ് പറയാനുള്ളത് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നിങ്ങൾ മാതൃകാ സഹോദരി സഹോദരന്മാരാണെന്നേ സമ്മതിച്ചു പോരെ, ഇനി എൻ്റെ ഭാര്യ ചെന്നാട്ടെ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ഞങ്ങൾ ബെസ്റ്റാണെന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞു ദേവു അവിടെ നിന്നിറങ്ങി. ബീച്ചിനോട് ചേർന്നുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് അബി അവളെയും കൊണ്ട് ചെന്നത്. അവിടുത്തെ ആംബിയൻസ് കണ്ട് ദേവു ആകെ ത്രില്ലടിച്ചു പോയിരുന്നു. സർവ്വതും വിസ്മരിച്ചു അവളവൻ്റെ കവിളിലേക്ക് അമർത്തി മുത്തിയതും അബി ചുറ്റും കണ്ണോടിച്ചു. ആരും കണ്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത് പോലും. കപ്പിൾസിനായി പ്രത്യേകം ഒരുക്കിയതിൽ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് കടലിൻ്റെ ഭംഗിയും ആസ്വദിച്ചു പ്രണയാതുരരായി ഇരുവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ്. ആരുടെയും ശല്യമില്ലാതെ റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറിലിരുന്ന് കഴിക്കുമ്പോൾ അബിയുടെ കണ്ണുകൾ അവളിൽ ഒഴുകി നടക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ ദേവുവിൽ നാണവും പരവേശവും വന്നു നിറഞ്ഞു. അവൻ്റെ ആ തീക്ഷ്ണമായ നോട്ടം അതവളെ തളർത്തി കളഞ്ഞു. അവൾക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഛേ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ഇങ്ങനെ നോക്കിയിരിക്കാനായിരുന്നേ അവിടെ തന്നെ ഇരുന്നാൽ പോരായിരുന്നില്ലേ? ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ എന്നെ കൊണ്ട് പറ്റില്ല. ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിൽ കൊടുത്ത് കഴിച്ചാലേ എൻ്റെ വിശപ്പ് മാറുകയുള്ളൂ എന്നും മനസ്സിൽ പറഞ്ഞു അവൾ അവൻ്റെ ശ്രദ്ധ തിരിച്ചേക്കാം എന്ന് കരുതി അവനോട് എന്തൊക്കെയോ ചോദിക്കാൻ തുടങ്ങി. അതെ മനുവേട്ടാ, ഈ മീനിൻ്റെ പേരെന്താ? ഷിബുമോൻ. ഫുൾ റൊമാൻറ്റിക് മൂഡിലായിരുന്ന അബി ദേവുവിൻ്റെ ആ ചോദ്യം കേട്ടതും അവളൊന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല മനുവേട്ടാ, ഈ ഷിബുമോനെ കടലിലെ മീനാണോ അതോ പുഴയിലെ മീനോ അതോ ഇനി കായലിലെ മീനാണോ? ദേവന്നു ദേവുവിൻ്റെ അടുത്ത ചോദ്യം. അത് ആ മീനിനോട് തന്നെ ചോദിച്ചു നോക്ക്, അപ്പോൾ അറിയാം. ഇവൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അബി പിറുപിറുത്തു. ഹലോ മിസ്റ്റർ ഷിബുമോൻ, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഓ ഓ ഓ ഓ ആണോ, എന്നാൽ ശരി, ഞാൻ നിന്നെ തിന്നാൻ പോവാണേ എന്നും പറഞ്ഞ് ദേവ് മീനിനെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അബിയും ഒന്നും മിണ്ടാതെ കഴിക്കുകയാണ്. അപ്പോൾ മനുവേട്ടന് കൗണ്ടർ പറയാനൊക്കെ അറിയാം. ഇങ്ങനെ ഏത് സമയം ഏറും പിടിച്ച് നിൽക്കാതെ ഇടയ്ക്കിടെ ഇതുപോലെ കൗണ്ടർ പറഞ്ഞാലേ നന്നായിരിക്കും. പക്ഷേ ടൈമിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നത്തെ ടൈമിംഗ് കൊള്ളായിരുന്നു. എന്തോ വലിയ സംഭവം പോലെ ഇത്രയും പറഞ്ഞ് കഴിക്കുന്നവളെ അബി ഒന്ന് നോക്കി. എന്താ മനുവേട്ട ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കഴിക്കൂന്നേ, ഇത് കഴിഞ്ഞ് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാനുള്ളതാ. അതിനിടയിൽ അവൾ അവന് ഒരു പിടി ചോറ് വാരിക്കൊടുക്കുകയും ചെയ്തു. അവൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഇപ്പോൾ നിന്റെ കൂടെയല്ല എൻ്റെ ജീവിതം, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ടേബിളിന് മുകളിൽ വെച്ചിരുന്ന അവളുടെ ഇടത് കൈയുമായി തൻ്റെ ഇടത് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് തിരിച്ചറിഞ്ഞിട്ടും അവൾ തല ഉയർത്തി നോക്കിയതേയില്ല. അവൾ ഏതോ വലിയ മീനുമായി പടവെട്ടുകയാണ്. അമ്മോ, ഞാനൊരു സത്യം പറയട്ടെ. അപ്പോൾ നിങ്ങൾ ഇത്ര നാളും പറഞ്ഞതൊന്നും സത്യമല്ലേ? അവൾ തല ഉയർത്താതെയാണ് അത് ചോദിച്ചത്. വീണ്ടും അവനൊന്ന് റൊമാൻറ്റിക്കായി വന്നതായിരുന്നു. പിന്നെയും അവളത് നശിപ്പിച്ചു എന്ന് കണ്ട അബി അവളുടെ കൈ മോചിപ്പിച്ചു സ്ഥിരം ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മനുവേട്ട, എന്തോ സത്യം പറയാനുള്ളത് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഭക്ഷണമൊക്കെയും കഴിച്ചു കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരുന്നു അവളുടെ ആ ചോദ്യം. ഇനി ഞാൻ സത്യം പറയാൻ നിന്നാലേ കൂടിപ്പോവും, നീ വാ എന്നും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് അവൻ വണ്ടിക്കരികിലേക്ക് നടന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ ചെന്നത് ഷോപ്പിംഗ് മാളിലേക്കായിരുന്നു. ദേവു ഡ്രസ്സ് എടുക്കുമ്പോൾ പോസ്റ്റായി നിൽക്കണ്ടല്ലോ എന്ന് കരുതി അവനും ഒപ്പം ചേർന്നു. ബില്ല് പേ ചെയ്ത് കവറുകളൊക്കെയും പിടിച്ച് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി. കാറിൻ്റെ പിൻസീറ്റിൽ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന കവറുകൾ കണ്ട് അബിയൊന്ന് നോക്കിപ്പോയി. അമ്മോ, ഇത്രയും ഡ്രസ്സ്, ഇതൊക്കെ ആർക്കാ? അയ്യോ മനുവേട്ട, ഇത് മുഴുവൻ എനിക്കല്ല. ഇത് ആമച്ചി ചേച്ചിക്ക്, ഇത് അനുവിന്, ഇത് അച്ചൂന്, ഇത് അപ്പൂന്, ഇത് ചോട്ടൂസിന്. അവർക്ക് 2 വിധം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതോ? ബാക്കി കവറുകൾ കണ്ട് അവൻ ചോദിച്ചു. അതിലെ ഒരെണ്ണം എനിക്കാ. ഒരെണ്ണം നമ്മുടെ ബെഡ്റൂം അടിച്ചു വാരാൻ വരുന്നവൾക്ക്, ഒരെണ്ണം നമ്മുടെ ബെഡ്റൂമിൻ്റെ തറ തുടക്കാൻ വരുന്നവൾക്ക്, പിന്നെ ഒരെണ്ണം നിങ്ങൾ ഡ്രസ്സ് അലക്കി അയൺ ചെയ്ത് മടക്കി വെക്കാൻ വരുന്ന അവളില്ലേ, അവൾക്കാ. പിന്നെ ഒരെണ്ണം രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് കോഫിയുമായി വരുന്ന അവൾക്കുള്ളതാ. ആണോ? എന്നാ എന്നും എൻ്റെ കൂടെ രാത്രി ഉറങ്ങാൻ വരുന്ന അവളില്ലേ, അവൾക്ക് കൂടി ഒന്ന് വാങ്ങിക്കായിരുന്നു. ദേവുവിൻ്റെ പറച്ചിൽ കേട്ട് അബി അറിയാതെ പറഞ്ഞു പോയി. ആര് പറഞ്ഞു വാങ്ങിച്ചിട്ടില്ലെന്ന്? മനുവേട്ട, ഇത് അവൾക്കുള്ളതാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണേ, കാരണം പാവം കൊച്ചിനെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുത്തുന്നല്ലേ. കിടക്കട്ടെ എന്ന് ഞാനും കരുതി. ആണോ? അതെന്തായാലും നന്നായി. നീ കയറ്. അബി ചെറിച്ചിരിയാലെ അതും പറഞ്ഞു വണ്ടി കയറി. പിന്നാലെ ദൈവവും. എൻ്റെ ദൈവമേ, ഇതിന് ഇത്രയും കാലം സഹിച്ച അങ്കിളിനെയും ദക്ഷിണയും സമ്മതിക്കണം. ഡ്രൈവിങ്ങിനിടയിൽ അബി ചിന്തിച്ചു പോയി. ദിവസങ്ങളും ആഴ്ചകളും ഓരോന്നായി കൊഴിഞ്ഞു വീണു. അനുവിൻ്റെയും ദക്ഷിൻ്റെയും വിവാഹ നിശ്ചയം വേണ്ട എന്നും ആമിയുടെയും ഹർഷൻ്റെയും വിവാഹത്തിനൊപ്പം കൂടി ഇതും കൂടി നടത്താമെന്നും എല്ലാവരും കൂടി തീരുമാനിക്കുകയായിരുന്നു.
ഇതുവരെയായിട്ടും ദക്ഷിൺ അബിയോട് ഈ വിവാഹം നടക്കില്ല എന്ന് പറയാൻ പറ്റിയിട്ടില്ല. അബിയോട് എന്ത് പറയണം എന്നവൻ അറിയില്ലായിരുന്നു. ഒരുക്കങ്ങൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അനു എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദക്ഷ് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറില്ലേ എന്നുള്ള ഭയം കൊണ്ട് അനു മറ്റൊരു പദ്ധതി കൂടി മനസ്സിൽ കണ്ടു. തൻ്റെ ചേട്ടന് അനു വേണ്ടെന്ന് ദേവ് തന്നെ അഭിയോട്ടനോട് നേരിട്ട് പറയണം. അതിനുള്ള പദ്ധതികൾ അവൾ മനസ്സിൽ കണ്ടു. അതിനിടയിൽ ഒരു പ്രാവശ്യം അനു രോഹിത്തിനെ മീറ്റ് ചെയ്തിരുന്നു. അനു പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ദക്ഷ് കുറച്ച് നാളായി അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. രോഹിത്തും അനുവും ഒരു ബീച്ചിൽ വെച്ച് സംസാരിക്കുന്നത് കണ്ടതും ദക്ഷ് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചു. രാത്രിയിൽ പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നിട്ടാണ് അബി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അബി പോവാൻ നേരം ദേവ് താഴെ വരെ ചെന്നിരുന്നു. അവൻ പോയി കഴിഞ്ഞാണ് ദേവ് മുറിയിലേക്ക് വന്നത്. മുറിയുടെ ഡോർ അടക്കേണ്ടെന്ന് അബി പറഞ്ഞതുകൊണ്ട് അവൾ ഡോർ അടക്കാതെയാണ് കിടന്നുറങ്ങിയതും. അബി പോയത് മനസ്സിലാക്കിയിട്ടാണ് അനു കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നത്. അനുവിൻ്റെ കൂടെ അപ്പുവാണ് കിടക്കാറുള്ളത്. അനു എഴുന്നേൽക്കുന്നതും മുറി വിട്ടിറങ്ങുന്നതും അപ്പു കണ്ടിരുന്നു. അവളൊന്ന് മയങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് തൻ്റെ ശരീരത്തിലൂടെ കൈകൾ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അബിയുടെ സ്പർശനമല്ല അതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല. ദേവ് കണ്ണുകൾ വലിച്ചു തുറന്നതും തൊട്ടരികിൽ കിടക്കുന്ന അനുവിനെയാണ് കാണുന്നത്. ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിലും അനുവിൻ്റെ മുഖം ദേവ് ശരിക്കും കണ്ടിരുന്നു. അവളെ പിടിച്ചു തള്ളി ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് അനുവിനെ തുറച്ചു നോക്കി. നിനക്കെന്താടി, ഭ്രാന്താണോ? ദേവ് അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്താണ്. പെണ്ണുങ്ങളോട് മാത്രം തോന്നുന്ന ഒരു തരം ഭ്രാന്ത്. അത് നീ ഒരു പെണ്ണല്ലേ, അല്ലാതെ നീ ആണൊന്നും അല്ലല്ലോ. ദേവ് വെറുപ്പോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ഞാനൊരു പെണ്ണാണ്. എനിക്ക് പ്രണയം പെണ്ണുങ്ങളോട് മാത്രമാണ്. ഇതേ വെറും ഭ്രാന്തല്ല, മുഴു ഭ്രാന്താണ്. ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, ദേവ് പറഞ്ഞു. അതെ, എനിക്ക് മുഴു ഭ്രാന്താണ്. എൻ്റെ ഈ ഭ്രാന്തി ഇവിടെ ആർക്കും അറിയില്ലെന്ന് മാത്രം. നിനക്കറിയോ, എനിക്ക് പുരുഷന്മാരെ കാണുമ്പോൾ ഒരു വികാരവും തോന്നില്ല. പകരം പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് പലതും തോന്നുന്നത്. നിന്നെ കാണുമ്പോൾ എനിക്ക് പലതും തോന്നാറുണ്ട് ദേവു. അനു ഉള്ളിലെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മതി നിന്റെ നാടകം. നിന്റെ കരണം നോക്കി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല, വേണ്ടെന്ന് വെച്ചിട്ടാ, ദേവ് പുച്ഛത്തോടെ പറഞ്ഞു. നീ എന്നെ എത്ര അടിച്ചാലും എനിക്കിതേ പറയാനുള്ളൂ. ഞാനൊരു സ്വവർഗാനുരാഗിയാണ്. യെസ്, എ ഹോമോസെക്ഷൽ പേഴ്സൺ. അനു പറഞ്ഞത് കേട്ടതും ദേവിന് അവളോട് പുച്ഛമാണ് തോന്നിയത്. അന്നേരം ദേവ് തൻ്റെ ഫോൺ എടുത്ത് അതിൽ നിന്നും അന്നൊരു ദിവസം രോഹിത്തിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ അനുവിന് കാട്ടിക്കൊടുത്തതും ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ അനു കുടുങ്ങി. ഇതാണോ നിന്റെ ഹോമോസെക്ഷൽ? ഇവൻ എന്താടി പെണ്ണാണോ? ദേവുവിന് അനുവിനോടുള്ള കലി അടക്കാനായില്ല. ഇവൻ പെണ്ണല്ല, ഇവൻ ആൺ തന്നെയാണ്. പക്ഷേ ഇവൻ്റെ കസിൻ അനഘ, അവൾ പെണ്ണല്ലേ. ഞാനന്ന് അനഘയെ കാണാനാണ് അവൻ്റെ കൂടെ പോയത്. ഞാനും അനഘയും തമ്മിൽ റിലേഷനിലാണ്. വൈകാതെ മാരേജ് ചെയ്യും. ഞങ്ങൾ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. പിന്നീട് ഞങ്ങൾ ഒരുപാട് അടുത്തു. പിരിയാൻ വയ്യ എന്ന അവസ്ഥയിലായിരിക്കുക. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ദൂരെ ആക്കിയത് പോലും. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇതാണ് സത്യം. ഞാനിക്കാര്യം നിൻ്റെ ചേട്ടനോട് തുറന്നു പറഞ്ഞതുമാണ്. അങ്ങേരെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും നല്ലൊരു ലൈഫ് ഉണ്ടാവില്ല. നിൻ്റെ ചേട്ടൻ വിവാഹം മുടക്കാം എന്ന് ഉറപ്പ് തന്നതുമാണ്. എന്നിട്ടിപ്പോൾ അങ്ങയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അനുകൂലമായി ഒന്നും നടന്നിട്ടില്ല. അത് ചിലപ്പോൾ അഭിയേട്ടനോടുള്ള സ്നേഹം കൊണ്ടാവാം. അഭിയേട്ടനെ പേടിച്ച് എനിക്കും ചിലപ്പോൾ നിൻ്റെ ഏട്ടൻ്റെ താലി സ്വീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെ ഒരിക്കലും നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടാവാൻ പോണില്ല. നിൻ്റെ ഏട്ടൻ്റെ ജീവിതം തകരണോ വേണ്ടോ എന്ന് നീ തന്നെ തീരുമാനിക്ക്. അത്രയും പറഞ്ഞു അനു അവിടെ നിന്ന് നടക്കാനൊരുങ്ങി. ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ദേവു, നീ ഒരുപാട് സുന്ദരിയാണ്. അനഘയേക്കാൾ അടിപൊളി നീ തന്നെയാ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അല്ലായിരുന്നെങ്കിലേ ഞാൻ നിന്നെ സ്നേഹിച്ചേനെ. അത്രയും പറഞ്ഞ ഒരു തരം ചിരിയോടാണ് അവിടെ നിന്ന് പോകുന്നത്. ദേവു നിർവികാരതയോടെ നോക്കി നിന്നു. അനു ദേവുവിൻ്റെ മുറിയിൽ ചെല്ലുന്നതും ഇരുവരും സംസാരിക്കുന്നതൊക്കെയും മുറിക്ക് വെളിയിൽ നിന്ന് അപ്പു കാണുന്നുണ്ടായിരുന്നു. അനു ഇറങ്ങി വരുന്നത് കണ്ടതും അപ്പു മറഞ്ഞു നിന്നു. അനു മുറിയിലെത്തിയപ്പോൾ അപ്പു അവിടെ ഇല്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അപ്പു വന്നപ്പോൾ അനു കാര്യം തിരക്കി. അന്നേരം താൻ വാഷ്റൂമിൽ പോയതാണ് എന്നും പറഞ്ഞു അപ്പു മൂടി പുതച്ചുറങ്ങി. അമ്മോ, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ അവസാന വേളയിൽ വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നീ എന്താ അനുവിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും? അത് കേട്ടപ്പോൾ ദേഹുവിന് പുച്ഛാണ് തോന്നിയത്. ഇനി വിവാഹത്തിന് വെറും 2-3 ആഴ്ചകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. നിനക്ക് എന്താമോ പറ്റിയേ? ഈ വിവാഹം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നീയല്ലേ. ഇപ്പോൾ എന്താ ഇങ്ങനെ? അബി അവളുടെ ഇരു കവിളിലും തൻ്റെ കൈപ്പത്തി ചേർത്തുകൊണ്ട് ചോദിച്ചു. മനുവേട്ട പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഇത് വേണ്ട, ഇത് നടന്നാൽ ശരിയാവില്ല. അതിന് കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത്തവണ അബിയുടെ സ്വരം കടുത്തിരുന്നു. അതെന്നോട് ചോദിക്കരുത്, എനിക്ക് പറയാൻ പറ്റില്ല. തൻ്റെ കവിളിൽ നിന്നും അവൻ്റെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് ദേവ് പറഞ്ഞു.
എന്ത് തന്നെ സംഭവിച്ചാലും ഈ വിവാഹം നടന്നിരിക്കും, അബി കടുപ്പിച്ചു പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. എൻ്റെ ദശുവേട്ടൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. നിനക്കെന്താടി ഭ്രാന്താണോ? അബി അല്പം കടുപ്പിച്ചു ചോദിച്ചു. ഭ്രാന്തേ എനിക്കല്ല, നിങ്ങളുടെ പെങ്ങക്ക. കാമഭ്രാന്ത്, അതും സെയിം ജെൻഡറിലുള്ളവരോട് തോന്നുന്ന ഒരു തരം. ദേവുവിന് പറഞ്ഞത് മുഴുവനാക്കാൻ പോലും അറപ്പ് തോന്നി. ദേവു പറഞ്ഞത് കേട്ടതും അബിയുടെ മുഖം വലിഞ്ഞു മുറുകി. ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി അവൻ ദേവുവിൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. എന്താ നീ പറഞ്ഞേ? എന്താ നീ പറഞ്ഞതെന്ന്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവളൊരു ഹോമോസെക്ഷൽ ആണെന്ന്. സംശയം ഉണ്ടെങ്കിൽ പെങ്ങളോട് പോയി ചോദിച്ചു നോക്ക്. ഇതുകൂടി കേട്ടതും അബി അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്നേ നിനക്ക് ബോധ്യമുണ്ടോ? ഇത്തിരി സ്വാതന്ത്ര്യം തന്നപ്പോൾ എന്തും പറയാനായോ? അതും പറഞ്ഞ് ഡോറും വലിച്ചടച്ചു അബി മുറിവിട്ടിറങ്ങി. അവൻ കവളിൽ കുത്തിപ്പിടിച്ചത് അവൾക്ക് നല്ലവണ്ണം വേദനിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൻ അവളോട് ദേഷ്യപ്പെടുന്നത് പോലും. അവൾക്ക് നല്ല സങ്കടം തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തലയണയിലേക്ക് മുഖം പുഴുത്തി അവൾ ഒരുപാട് കരഞ്ഞു. ഒടുവിൽ എപ്പോഴും അവൾ മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. കണ്ണിന് മീതിയായി കൈകൾ വെച്ച് സിറ്റ് ഔട്ടിലെ ചൂരൽ കസേരയിൽ ഇരിക്കുമായിരുന്നു അബി. അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. കണ്ണു തുറന്നു നോക്കി അബി കാണുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദക്ഷിനെയാണ്. ദക്ഷ് അബിയുടെ അരികിൽ വന്നിരുന്നു. ഞാൻ നിന്നെ കാണാനിരിക്കുമായിരുന്നു, അബി പറഞ്ഞു തുടങ്ങി. ഞാനും കാണണമെന്ന് കരുതിയിരുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇനിയും വൈകിയാൽ ശരിയാവില്ല. ദക്ഷ് പറയുന്നത് കേട്ടതും അബിയുടെ മുഖം ചുളുങ്ങി. നീ എന്താ പറഞ്ഞു വരുന്നത്? അബി ചോദിച്ചു. അത് പിന്നെ ഈ വിവാഹം നടക്കില്ല. ദക്ഷ് പറഞ്ഞത് കേട്ടത് അബി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു. അത് ശരി, അപ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് എല്ലാവരെയും വിഡ്ഢികളാക്കായിരുന്നു. എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട് ദക്ഷ്. ആദ്യം എൻ്റെ പെങ്ങളെ ഇഷ്ടമാണെന്ന് പറയുക, പെണ്ണ് കാണാൻ വരിക, പിന്നീട് വിവാഹം വരെ കൊണ്ടെത്തിച്ചു, പെട്ടെന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാം. ശരിക്കും എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? അതും കൂടി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അബി പറഞ്ഞത് കേട്ടതും ദക്ഷ് തറഞ്ഞു പോയിരുന്നു. എടാ അബി, ഞാനൊന്ന് പറയട്ടെ. നീ വിചാരിക്കും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വേണ്ട ദക്ഷ്, നീ ഒന്നും പറയണമെന്നില്ല. എല്ലാം നിന്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിനക്കെൻ്റെ പെങ്ങളെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിനുവേണ്ടി ഇല്ലാ കഥ പറയണമെന്നില്ല. അബി തൻ്റെ കൈ ഉയർത്തി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അബി, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദക്ഷ്. അബി, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാനും അനുവും തമ്മിലുള്ള വിവാഹം നടക്കില്ല, ദക്ഷ് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് വാതിൽക്കൽ നിന്നുകൊണ്ട് അനുവിൻ്റെ ഏങ്ങലടികൾ കേൾക്കുന്നത്. ഇരുവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. വേണ്ട ബേട്ട, ദേവുവിൻ്റെ ഏട്ടന് ഈ വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. എനിക്കൊരു വിഷമമില്ല എന്നും പറഞ്ഞ് കള്ളക്കണ്ണീരും വരുത്തി അനു അവിടെ നിന്ന് പോയപ്പോൾ ദക്ഷിൻ്റെ മുഖത്ത് പുച്ഛമാണ് വിരിഞ്ഞത്. എന്നാൽ അബിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. നെഞ്ച് തകർന്ന് കരഞ്ഞുകൊണ്ട് പോയതേ എൻ്റെ പെങ്ങളാണ്. എനിക്ക് വേണമെങ്കിലേ ഈ ദേഷ്യം മുഴുവൻ നിൻ്റെ പെങ്ങളോട് തീർക്കാം. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം അവൾ എൻ്റെ പ്രാണനാ. ദേ, ഇവിടെ മുഴുവൻ അവളോടുള്ള സ്നേഹമാണ്. അങ്ങനെയുള്ള ഞാൻ അവളെ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും വിഷമിപ്പിക്കില്ല. പക്ഷേ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല ദക്ഷ്. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അബി അകത്തേക്ക് പോയതും ദക്ഷ് ഒന്നും പറയാനാവാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയും കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ തറഞ്ഞു നിൽക്കുമായിരുന്നു. എന്നാൽ ഇതേ സമയം ദക്ഷിൻ്റെ ആ പോക്ക് മുകളിലെ ബാൽക്കണിയിൽ നിന്നും അനു പുച്ഛത്തോടെ നോക്കി നിന്നു. അബി മുറിയിലേക്ക് വന്നപ്പോഴും ദേവ് ഉറക്കത്തിലായിരുന്നു. ഉണങ്ങിപ്പിടിച്ച കണ്ണുനീരിൻ്റെ പാടുകൾ കണ്ടപ്പോൾ അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവളുടെ അരികിൽ വന്നിരുന്നു. ചുവന്ന് കിടക്കുന്ന അവളുടെ കവിളിൽ ഒന്ന് തലോടി, നെറുകയിൽ ഒന്ന് ചുണ്ടമർത്തി അവൻ തൻ്റെ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അതിനുശേഷം അബിയും ദക്ഷും സംസാരിച്ചിട്ടേയില്ല. ദേവ് കാര്യങ്ങളൊക്കെയും ദക്ഷിനോട് തുറന്നു പറഞ്ഞപ്പോൾ ദക്ഷും അനു പറഞ്ഞതൊക്കെയും ദേവുവിനോട് തുറന്നു പറഞ്ഞു. തൻ്റെ ചേട്ടനൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത അബിയോട് അവൾ പിന്നീട് അകലം പാലിച്ചു തുടങ്ങി. അതേസമയം തൻ്റെ ലക്ഷ്യം വിജയം കണ്ട സന്തോഷത്തിലായിരുന്നു അനു. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അനുവിൻ്റെ വിവാഹം നടത്തുക എന്നത് അബിയുടെ വാശിയായിരുന്നു. അതിനാൽ അനുവിന് പറ്റിയ പയ്യന്മാരെ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് രോഹിത് അനഘയുടെ പാരൻസിനെയും കൂട്ടി പ്രപ്പോസലുമായി അബിയുടെ വീട്ടിലേക്ക് വരുന്നത്. കാഴ്ചയിൽ പയ്യൻ കൊള്ളാം. അനഘയുടെ പപ്പ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ്. അയാളുടെ അനന്തരവൻ എന്ന് പറയുമ്പോൾ അബിക്ക് തെറ്റായി തോന്നിയില്ല. അതിലുപരി പെട്ടെന്ന് വിവാഹം നടത്തണം. അതിനാൽ അബി ആ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. രോഹിതുമായുള്ള വിവാഹം ഉറപ്പിച്ചപ്പോഴാണ് അനു അന്ന് രാത്രി പറഞ്ഞത് മുഴുവനും കള്ളായിരുന്നെന്ന് ദേവുവിന് മനസ്സിലാവുന്നത് പോലും. തന്നെയും തൻ്റെ ചേട്ടനെയും വിഡ്ഢികളാക്കി രോഹിത്തിനെ സ്വന്തമാക്കാൻ നോക്കിയ അനുവിനിട്ട് ഒരു മുട്ടൻ പണി ദേവ് പ്ലാൻ ചെയ്തു. വെറും പണിയല്ല, 32ൻ്റെ പണി. കൂടെ തന്നെയും തൻ്റെ ചേട്ടനെയും അവിശ്വസിച്ച തൻ്റെ കെട്ടിയോനിട്ടൊരു 8ൻ്റെ പണിയും. അതും വിഷ്ണുവിൻ്റെയും ആരവിൻ്റെയും സഹായത്തോടെ.
മൂവരും പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇതേസമയം മൂവരുടെയും പ്ലാൻ എന്താണെന്ന് അറിയാതെ അനുവിൻ്റെയും ദേവുവിൻ്റെ ചേട്ടൻ്റെയും വിവാഹം മുടങ്ങിയെന്നറിഞ്ഞ പാറുവിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു.